കേരള രാഷ്ട്രീയത്തിൽ ഭരണ പ്രതിപക്ഷ പോര് മുറുകുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ആഞ്ഞടിച്ച ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി. വസീഫ്. കേരളത്തിന് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് വി.ഡി. സതീശനെന്ന് വസീഫ് കുറ്റപ്പെടുത്തി. ഇത്രയും നിലവാരമില്ലാത്ത ഒരാൾ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുന്നതിൽ താൻ ലജ്ജിക്കുന്നുവെന്നാണ് വസീഫ് മാധ്യമങ്ങളോട് പറഞ്ഞത്. സതീശന്റെ രാഷ്ട്രീയ നിലവാരം കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിൽ വെച്ചുണ്ടായ അതിക്രമവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഈ പോരിലേക്ക് നയിച്ചത്. വീണ ജോർജിനെതിരായ നീക്കങ്ങളെ പ്രതിപക്ഷ നേതാവ് ന്യായീകരിക്കുന്നു എന്നത് ആരോപിച്ചാണ് വസീഫ് രംഗത്തെത്തിയത്. നേരത്തെ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിനിടെ സതീശനെതിരെ വസീഫ് വധഭീഷണി മുഴക്കിയെന്ന തരത്തിൽ പ്രചാരണമുണ്ടായിരുന്നു. വസീഫ് സതീശന്റെ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞതായി ഒരു മാധ്യമ പ്രവർത്തകൻ സതീശനോട് ചോദിക്കുകയുണ്ടായി. ഈ ചോദ്യത്തിന് സതീശൻ നൽകിയ മറുപടിയാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. ചിരിപ്പിക്കാതെ ഒന്ന് പോടാ ചെറുക്ക എന്നായിരുന്നു പരിഹാസ രൂപേണ സതീശൻ മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞത്. ഇത് വസീഫിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കലാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. താൻ ഒരിക്കലും പ്രതിപക്ഷ നേതാവിനെ ശാരീരികമായി ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് വസീഫ് വിശദീകരിച്ചു. മന്ത്രിയെ ആക്രമിച്ച സാഹചര്യം വിശദീകരിക്കുമ്പോൾ ഒരു ഹൈപ്പോതെറ്റിക്കൽ ഉദാഹരണമാണ് താൻ നൽകിയതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പ്രതിപക്ഷ നേതാവിനോട് വേണ്ടത്ര ബഹുമാനം നൽകിക്കൊണ്ടാണ് താൻ സംസാരിച്ചതെന്നും എന്നാൽ സതീശൻ തിരിച്ചു നൽകിയത് തരം താണ മറുപടിയാണെന്നും വസീഫ് ചൂണ്ടിക്കാട്ടി. തന്നെ ആക്രമിക്കാൻ താൻ ആഹ്വാനം ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. പ്രതിപക്ഷ നേതാവിനെതിരെ അത്തരമൊരു ആക്രമണം നടന്നാൽ ഇവിടുത്തെ സാഹചര്യം എന്താകുമായിരുന്നു എന്ന ചോദ്യമാണ് താൻ ഉയർത്തിയതെന്ന് വസീഫ് പറഞ്ഞു. സമാധാനപരമായ രാഷ്ട്രീയമാണ് താൻ മുന്നോട്ട് വെക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ഡിവൈഎഫ്ഐ നടത്തിയ ഫണ്ട് പിരിവിനെ കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിലായിരുന്നു വസീഫിന്റെ ഈ മറുപടികൾ. സതീശന്റെ പഴയകാല പെരുമാറ്റങ്ങളും വസീഫ് ഇതിനിടെ ഓർമ്മിപ്പിച്ചു. സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ പോലും ബഹുമാനിക്കാത്തയാളാണ് സതീശൻ എന്ന് വസീഫ് ആരോപിച്ചു. കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനെ സതീശൻ അധിക്ഷേപിച്ച സംഭവങ്ങൾ അദ്ദേഹം ഉയർത്തിക്കാട്ടി. വാർത്താ സമ്മേളനത്തിനിടെ കെ. സുധാകരനോട് മൈക്ക് മാറ്റിവെക്കടാ എന്ന് സതീശൻ പറഞ്ഞത് വസീഫ് ചൂണ്ടിക്കാട്ടി. സഹപ്രവർത്തകരോട് പോലും മാന്യമായി പെരുമാറാൻ അറിയാത്ത ആളാണ് സതീശൻ എന്നായിരുന്നു വിമർശനം. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ പുലർത്തേണ്ട മിനിമം മര്യാദ സതീശൻ ലംഘിച്ചിരിക്കുകയാണ്. ഒരു യുവജന നേതാവിനെ ചെറുക്ക എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ അഹങ്കാരമാണ് കാണിക്കുന്നതെന്നും വസീഫ് പറഞ്ഞു. സതീശന്റെ യഥാർത്ഥ മുഖം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ മാന്യനായി ചമയുന്ന സതീശൻ ഉള്ളിൽ അഹങ്കാരിയാണെന്ന് വസീഫ് ആവർത്തിച്ചു. താൻ ആക്രമണത്തിന് ആഹ്വാനം നൽകിയെന്ന പ്രചാരണം രാഷ്ട്രീയ പ്രേരിതമാണ്. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് ഡിവൈഎഫ്ഐ തളർത്താനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സതീശന്റെ വാക്കുകൾ കേരളത്തിലെ മുഴുവൻ യുവജനങ്ങൾക്കുമുള്ള അപമാനമാണെന്നാണ് വസീഫിന്റെ പക്ഷം. ഇത്തരം പിന്തിരിപ്പൻ മനോഭാവം ജനാധിപത്യത്തിന് ചേർന്നതല്ല. ഗുണപരമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം വ്യക്തിഹത്യ നടത്തുന്നതിലാണ് പ്രതിപക്ഷ നേതാവിന് താൽപര്യമെന്നും വസീഫ് വിമർശിച്ചു. ഈ വാക്പോര വരുന്ന ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയവേദികളിലും വലിയ ചർച്ചകൾക്ക് കാരണമാകും. സതീശന്റെ മറുപടിക്കായി രാഷ്ട്രീയ കേരളം കാതോർക്കുകയാണ്.